കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം നമ്മുടെ സൽമാൻ കുറ്റിക്കോട് എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങളെല്ലാവർക്കും പരിചയമുള്ള ഒരാളായിരിക്കും. അദ്ദേഹത്തിന് ഒരു ഓട്ടിസം ബാധിച്ച ഒരാളാണ്. പക്ഷേ ആ ഓട്ടിസം ബാധിച്ച ആളുകൾ ഇന്ന് കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഈ സൽമാൻ കുറ്റിക്കോട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അങ്ങനെയൊക്കെ നമുക്ക് അവനെ പറയാൻ പറ്റുള്ളൂ. കാരണം അവനിപ്പോൾ നമ്മളെക്കാട്ടിലൊക്കെ എത്രയോ ഉയരങ്ങളിലാണ്. ഒരു 4 ചുമരിനുള്ളിൽ കൂടി കഴിയേണ്ട ആളുകളൊക്കെ ഇന്ന് അവൻ്റെ ചങ്കായ കുറച്ച് കൂട്ടുകാരും നാട്ടുകാരും ഉണ്ട്. അവനെ ഈ തരത്തിലാക്കാൻ കഴിഞ്ഞു. ഏകദേശം 7ഓളം രാജ്യങ്ങളിൽ അവനെ ചുറ്റിക്കറങ്ങാൻ പറ്റി. കേരളത്തിൽ തന്നെ ഒരുപാട് ഇനാഗ്രേഷൻ ഇതൊക്കെ ചെയ്യാൻ പറ്റി. പക്ഷെ അതൊക്കെ അവൻ്റെ ബാക്കിലുള്ള ആളുകളുടെ തള്ളൽ കൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ അടിയിലും കുണക്കാൻ വേണ്ടിയിട്ട് കുറേ പരനാറികൾ ഇവൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഇടാറുണ്ട്. പക്ഷെ ഞാൻ അവൻ്റെ എല്ലാ വീഡിയോയും കാണുന്ന ഒരാളാണ്. അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും അവനുമായിട്ട് ഏകദേശം, ഞാൻ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിൽ പോലും ഞാൻ അവരും കൂടിയിട്ട് ഏകദേശം 15 കിലോമീറ്ററിൻ്റെ മാറ്റമേ ഉള്ളൂ. കാരണം ഞാനിവിടെ കരിങ്കള്ളത്താണി പാലോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തച്ചനാട്ടുകരയിൽ. അവൻ ചെറുപ്പുളശ്ശേരിയാണ്. ഏകദേശം 15 കിലോമീറ്റർ മാറ്റമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം അവൻ്റെ ചങ്കായ കുറച്ച് ആൾക്കാർ, അവൻ്റെ നാട്ടുകാരും എല്ലാവരും കൂടിയിട്ടാണ് അവനെ ഈ തരത്തിലാക്കിയത്. നമ്മുടെ നാട്ടിൽ ഓട്ടിസം ബാധിച്ച എത്രയോ കുട്ടികളുണ്ട് ഇന്നും 4 ചുമരിൻ്റെ ഉള്ളിൽ കൂടി നിൽക്കുന്ന ആൾക്കാർ. പക്ഷെ അവനെ, അതായത് സൽമാൻ കുറ്റിക്കോടിനെ ഇന്ന് ഈ വളർച്ചയിലേക്ക് എത്താനും അവൻ്റെ ഒരു ഉന്നതതല ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രയത്നിച്ചു. ഇപ്പം നമ്മൾ ഒരു വാഴക്കൃഷി നടത്തുകയാണെങ്കിൽ, വാഴക്കൃഷി എന്നല്ല എന്ത് കൃഷി നടത്തുകയാണെങ്കിലും അതിൻ്റെ ബാക്കിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മളൊരു ഉദാഹരണം, ഒരു വാഴക്കൃഷി നടത്തുമ്പോൾ അതിന് വേണ്ട വളങ്ങളും അതിന് വേണ്ട വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ അതിൽ നല്ലൊരു വാഴക്കുല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇന്നതുപോലെയാണ് ഈ സൽമാൻ്റെ വളർച്ചയിൽ ബാക്കിലത്തെ ആളുകളാണ് അവൻ്റെ നാട്ടുകാരും അതുപോലെ തന്നെ അവൻ്റെ ഈ കൂടെ നടക്കുന്ന കുറച്ച് നല്ല ചങ്കായ കൂട്ടുകാരും. അവരാണ് അവനെ ഈ നിലയ്ക്ക് എത്തിച്ചത്. അപ്പോൾ അത് ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ അവൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കുറേ കമൻറ്റുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുകയാണ്, അവനെ വെച്ചിട്ട് ഇവർ പേരെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലുമല്ല. കാരണം ഏതൊരിപ്പം ഈ പറയുന്ന ആൾക്കാരുടെ ബാക്കിലും അവർ വളരുന്നുണ്ടെങ്കിൽ അവരെ ബാക്കിലും എന്തെങ്കിലുമൊക്കെ ആളുകളുണ്ടായിരിക്കും, എന്നാലല്ലേ അവർക്ക് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ അന്നതുപോലെയാണ് സൽമാൻ. അപ്പോൾ സൽമാൻ്റെ ബാക്കിൽ ഇത്, കാരണം സൽമാൻ ഒന്നും അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനെ ഈ തരത്തിലേക്ക് എത്തിച്ചത് ഈ ചങ്കായി കൂട്ടുകാരാണ്. അത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ താഴെ കമൻ്റ് ഇടുന്ന പരനാറികളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ വക ആളുകളെ അപ്പോൾ അവരൊക്കെ ശരിക്കും നമ്മൾ കൈകൂപ്പി തൊഴണം. കാരണം അങ്ങനത്തെ, അതായത് സൽമാനെ പോലെ ഓട്ടിസം ബാധിച്ച ഒരു ആളെ ഇതുപോലെ ഈ തരത്തിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ കഴിവാണ്, അല്ലാതെ സൽമാൻ്റെ കഴിവല്ല. അവൻ്റെ കൂടെ നിൽക്കുന്ന ചങ്കായ കൂട്ടുകാരുടെ കഴിവാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം